Bravo 6, Bravo 6. Control calling, control calling. 1-1 answering, 1-1 answering. CA ഇവിടെ ഇല്ല, ക്വാർട്ടേഴ്സിലാ. ഓവർ. യെസ്, വേണുഗോപാൽ ഹിയർ. സർ, കൺട്രോൾ റൂമിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. കൊണ്ടോട്ടി ജാഫർ ജയിലിൽ ചാടിയെന്ന്. എപ്പോ? ഇന്ന് വെളുപ്പിനാണ് സർ. ആ, ശരി ശരി, ഞാനിപ്പോ വരാം. ഡിക്കടക്കല്ലേ ഒരാളും കൂടി ഉണ്ട്. അങ്ങോട്ട് വെച്ചേ. ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ലോ പോകുന്നത്. ഞാനും തിരുവനന്തപുരത്തേക്കല്ലല്ലോ പോകുന്നത്. നിങ്ങളുടെ കൂടെ വരുന്നു. എങ്ങോട്ട്? അനുമോളെ കാണാൻ. അതിന് നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഓ, ആ തീരുമാനം ഞാൻ മാറ്റി. ഇന്നലെ രാത്രിയിൽ ഞാൻ അനുമോളെ സ്വപ്നം കണ്ടു. ശശോ, എന്നിട്ട് സ്വപ്നത്തിലൊന്ന് അനുമോള് എന്ന് പറഞ്ഞിങ്ങനെ കരയുക. എന്നാലും ദൂരദർശൻ ഡയറക്ടർ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ? പോവാൻ പറ. അനുമോളേക്കാൾ വലുതാണോ ദൂരദർശൻ? വേണ്ട ജോസൂട്ടി, നീ ചെല്ലേ. ഒന്നാമത് വണ്ടിക്കകത്ത് സ്ഥലമില്ല, മുഴുവൻ ലഗേജാ. അത് സാരമില്ല, ബോണറ്റും ഇരുന്നെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അനുമോളെ കണ്ടില്ലെങ്കിൽ. അപ്പൊ ഞങ്ങൾ അവിടെ പോവാ. മടക്ക് അതോടില്ലല്ലോ. പിന്നെ ശരി ശരി. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടല്ലോ. ഓ, ഇനി ഇപ്പൊ തിരിച്ചു കയറാനൊന്നും നിക്കണ്ടേ. അവിടെ കിടന്ന് അടിക്കട്ടെ. അവിടെ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. സർ, ഇനി ഫോൺ ഫാൾട്ട് ആയിരിക്കും. താൻ ഒരു കാര്യം ചെയ്യ്, നേരെ സണ്ണിയുടെ വീട്ടിലേക്ക് നിന്ന് ജാഫർ ജയിൽ ചാടി വിവരം അറിയിക്കും. യെസ് സർ. അയാളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടാണല്ലോ അവൻ ജയിലിലേക്ക് പോയത്. ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ പറ. ശരി സർ. Come on!
അല്ല പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പിന്നെ അവര് വന്നാലുടനെ പുറപ്പെടണ്ടേ? ആ, എന്താ ജോസൂട്ടി? അല്ല അത് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഇതാ, രക്ഷിക്കണേ. ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തരം വിങ്ങലാണെന്ന് ആരോ പണ്ട് എഴുതിയിട്ടുണ്ടേ. ആരും ഒന്നുമല്ല, MT എഴുതിയതാ. അതെ കറക്റ്റ്. എന്റെ മനസ്സിലും അതിങ്ങനെ വിങ്ങി പൊട്ടാറായി നിൽക്കുക. സോണിയോട് ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അയ്യോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനെങ്കിലും ജോസൂട്ടി കാര്യം പറ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഓ, അതൊന്നും സാരില്ലെന്നേ. എവിടെ വേണമെങ്കിലും തുടങ്ങിക്കോ. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പറയാല്ലേ, ഈ ഊട്ടിയുടെ തണുത്തുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെങ്കിലും ഞാൻ സോണിയോട് എന്റെ മനസ്സിൽ കത്തിക്കാളുന്ന തീയെ പറ്റി അയ്യോ, എന്റെ പൊന്ന് പ്രേംകാന്തി, ചതിക്കല്ലേ. സാഹിത്യം ഒന്നും വേണ്ട. ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് തുറന്നു പറ. മറ്റൊന്നുമല്ല, എനിക്ക് സോണിയോളം വിദ്യാഭ്യാസമില്ല. എങ്കിലും എന്നെങ്കിലും ഒരു വലിയ ഫിലിം ഡയറക്ടർ ആവണമെന്ന എൻ്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ബെർലുച്ചി, കൊറസോവ, ബർഗ്മാൻ. എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സോണി കൂടി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണിരത്നം സുഹാസിനി ടീം പോലെ ഒരുമിച്ച് മുന്നോട്ടങ്ങോട്ട് നീങ്ങായിരുന്നു. ഇതെന്റെ മനസ്സിന്റെ അത്യാഗ്രഹമാവാം. എങ്കിലും ഞാൻ തുറന്നു പറയാ, സോണിയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, മറ്റെന്തിനേക്കാളും. ജോസൂട്ടിയുടെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ? കർത്താവേ, സോണി, എന്റെ സോണി, ഐ ലവ് യു. I love you. സോണി, ഐ ലവ് യു. Too much. താനെന്തിനാ എന്നെ കയറി പിടിച്ച്? അറിവ് കേട്ടുമുണ്ട് പോയാ പൈത്യക്കാരാ. എന്താ ജോസൂട്ടി എന്താ പറയാൻ വന്നത്? പറയാൻ വന്നതൊക്കെ ഈ പാണ്ടി കൊണ്ടുപോയി. പിന്നെ പറയാം. ഭർത്താവേ, ഇന്നത്തെ ഡേ ശരിയല്ല.